ഫങ്ഷണൽ അനാലിസിസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഓപ്പറേറ്റർ തിയറി. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡുവൽ ഓപ്പറേറ്റർ ആൻഡ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ഇതിനെ പറ്റിയാണ്. എന്താണ് ഡുവൽ ഓപ്പറേറ്റർ? എക്സ് വൈ ഞാൻ രണ്ട് നോൺ ലീനിയർ സ്പേസസ് എടുക്കുവാണ്. എന്ന് പറയുന്ന ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ മാപ്ഡ് ഫ്രം എക്സ് ടു വൈ. Then the map A star from dual space of y to dual space of x is defined as A star of phi of x is equal to phi of ax, where phi in y star and x in x is known as the dual operator of A. ഇനി നമുക്ക് എ പോലെ തന്നെ ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണോ ഡുവൽ ഓപ്പറേറ്റർ ഓഫ് എയും വരിക? അതായത് എ സ്റ്റാറിന് നമുക്ക് ലീനിയാരിറ്റിയും അതിൻ്റെ ബൗണ്ടഡ്നെസ് നമുക്ക് കാണിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഫൈ ഓഫ് എ എക്സിനെ എഫ് ഓഫ് എക്സ് ആക്കിയിട്ട് എടുക്കുവാണ്. അസ്യൂം ചെയ്യാണ് എ ഫ്രം എക്സ് ടു വൈ ബി എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ phi in y star, and phi is a mapping from, we know that phi is a mapping from y to k, and a is a mapping from x to y. അങ്ങനെയാണെങ്കിൽ f is a mapping from x to k, then f of x is equal to phi of ax. നെക്സ്റ്റ് നമുക്ക് കാണിക്കാനുള്ളത് ദ ലീനിയാരിറ്റി ഓഫ് എഫ് ആൻഡ് ബൗണ്ടഡ്നെസ് ഓഫ് എഫ്. We know that f of x1 plus x2 is equal to phi of a of x1 plus x2. സിൻസ് എ ലീനിയർ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? phi of a of x1 plus x2. phi ലീനിയർ ആയതുകൊണ്ട് എനിക്ക് വീണ്ടും phi of ax1 plus phi of ax2 എങ്ങനെ എഴുതാം? സോ f of x1 plus x2 is equal to what we get, f of x1 plus f of x2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് f പ്രിസർവ് വെക്റ്റർ അഡീഷൻ. അതുപോലെ തന്നെ f of alpha x is equal to phi of alpha x. Phi of alpha ax, since a is linear, which is equal to alpha into phi of ax, since phi is linear. So f of alpha x is equal to what we get, alpha into f of x. So f preserves scalar multiplication. Hence f preserve vector addition and also scalar multiplication. Therefore f is a linear functional on x. അടുത്ത ബൗണ്ടഡ്നെസ് പറയാനായിട്ട് നമുക്ക് മോഡ് എഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഫൈ ഓഫ് എ എക്സ് ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഫൈ ഇൻ വൈ സ്റ്റാർ ഇൻറ്റു നോം എ എക്സ് ഇൻറ്റു നോം എ എക്സ് ഇൻ വൈ. സിൻസ് ഫൈ ഈസ് ബൗണ്ടഡ്, വിച്ച് ഈസ് നോം എ എക്സ് വൈനെ നോം എ ഇൻറ്റു നോം എക്സ് എന്ന് എഴുതാം ഫോർ ഓൾ എക്സ് ഇൻ എക്സ്. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു നോം എക്സ്. സോ എഫ് ഈസ് ബൗണ്ടഡ്. എഫ് ബൗണ്ടഡ് ആയതുകൊണ്ട് എഫ് എക്സ് സ്റ്റാറിലുണ്ടെന്ന് പറയാം. ആൻഡ് നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഫൈ വൈ സ്റ്റാർ ഇൻറ്റു നോം എ. That is a star phi belongs to x star. സോ നമ്മൾ ഫൈ വൈ സ്റ്റാർ എന്നെടുത്തു. എ സ്റ്റാർ ഓഫ് ഫൈ എന്ന് പറയുന്നത് എക്സ് സ്റ്റാറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എ സ്റ്റാർ വെൽ ഡിഫൈൻഡ് ആണെന്ന് നമുക്ക് പറയാം. എ സ്റ്റാർ ഈസ് ഫ്രം വൈ സ്റ്റാർ ടു എക്സ് സ്റ്റാർ. സോ മാപ്പിംഗ് വെൽ ഡിഫൈൻഡ് ആണെന്ന് നമ്മൾ കാണിച്ചു. അതുപോലെ തന്നെ ലീനിയാരിറ്റി ഓഫ് എ സ്റ്റാർ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്റ്റാർ ഓഫ് phi 1
plus phi 2 of x which is equal to phi 1 plus phi 2 of ax which is equal to phi 1 of ax plus phi 2 of ax. So നമുക്ക് the linearity is clear from the definition of A star and from the linearity of phi and A. ആൻഡ് ഇത് നമ്മൾ മുകളിലത്തെ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ബൗണ്ടഡ്നെസ്സും പറയാം. നോം ഫൈ ഇൻറ്റു നോം എ ഇൻറ്റു നോം എക്സ്. അത് വെച്ചിട്ട് നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം 5 ഇൻ വൈ സ്റ്റാർ ഇൻറ്റു നോം എ ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, നോം എഫ് തന്നെയാണ് നോം എ സ്റ്റാർ. സോ നമുക്ക് നോം എ സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം 5 ഇൻ വൈ സ്റ്റാർ ഇൻറ്റു നോം എ. രണ്ട് ഒബ്സർവേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, എ സ്റ്റാർ ഈസ് എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഫ്രം വൈ സ്റ്റാർ ടു എക്സ് സ്റ്റാർ. അടുത്തത് പെയറിംഗ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് സ്റ്റാർ ആണ്. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സിന് പകരം എനിക്ക് ഇങ്ങനെ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ആൻഡ് എഫ് ആക്കി എഴുതാൻ കഴിയുന്ന പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ആൻ ഇന്നർ പ്രൊഡക്റ്റ് ബിക്കോസ് എക്സ് നമ്മൾ എടുത്തിട്ടുള്ളത് എക്സിൽ നിന്നും എഫ് എക്സ് സ്റ്റാറിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ആക്കിയിട്ട് പറയാൻ കഴിയില്ല. അത് വെച്ചിട്ട് നമുക്ക് ഡുവൽ ഓപ്പറേറ്ററിന് നമുക്ക് വീണ്ടും റീറൈറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഇന്നർ പ്രൊഡക്റ്റ് വെച്ചിട്ട് എ സ്റ്റാർ ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ, എ സ്റ്റാർ ഫൈ ഓഫ് എക്സിനെ എനിക്ക് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എ സ്റ്റാർ ഫൈ എന്ന് എഴുതാം. അതുപോലെ ആർ എച്ച് എസ് ഫൈ ഓഫ് എ എക്സിനെ എ എക്സ് ഫൈ രൂപത്തിലും എനിക്ക് എഴുതാൻ പറ്റും ഇന്നർ പ്രൊഡക്റ്റ് ആക്കിയിട്ട്. സപ്പോസ് എ ഇസ് എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഫ്രം എക്സ് ടു വൈ and B is a bounded linear operator from y to z, then BA is a bounded linear operator from x to z. Then the dual operator of BA is BA star from z star to x star such that inner product വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ബി എ സ്റ്റാർ എക്സ് ബി എ സ്റ്റാർ ഫൈ is equal to inner product ബി എ എക്സ് ഫൈ for all x in x and for all phi in z star. നമുക്കറിയാം ബി എന്ന് പറയുന്നത് വൈയിൽ നിന്നും സെഡിലോട്ടുള്ള ലീനിയർ ഓപ്പറേറ്ററാണ്. അതുകൊണ്ട് ഡുവൽ ഓപ്പറേറ്റർ ഓഫ് ബി എന്ന് പറയുന്നത് ബി സ്റ്റാർ ഈസ് ഫ്രം സെഡ് സ്റ്റാർ ടു വൈ സ്റ്റാർ സച്ച് ദാറ്റ് വൈ ബി സ്റ്റാർ ഫൈ ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ബി വൈ ഫൈ for all y in y and for all phi in z star. നമുക്കറിയാം എ മാപ്പ് ചെയ്തിട്ടുള്ളത് എക്സ് ടു വൈയിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് എക്സ് ഇൻ എക്സ് എ എക്സ് എന്ന് പറയുന്നത് വൈയിലെ എലമെൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 2ൽ വൈക്ക് റീപ്ലേസ് ചെയ്തിട്ട് എനിക്ക് എ എക്സ് എന്ന് എഴുതാൻ കഴിയും. ദെൻ ഇക്വേഷൻ 2 become inner product ax b star phi is equal to inner product bax phi. So ax b star phi is equal to inner product x a star b star phi for all x in x and for all phi in z star ആണ്. So RHS സെയിം ആണ്, then LHS become same. So x a star b star phi is equal to inner product bax phi. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുവാണ്. സോ ഇക്വേഷൻ 1 and 3ലെ ആർ എച്ച് എസ് രണ്ടും സെയിം ആണ്. ദാറ്റ് ഈസ് എക്സ് ബി എ സ്റ്റാർ ഫൈ ഇസ് ഈക്വൽ ടു എക്സ് എ സ്റ്റാർ ബി സ്റ്റാർ ഫൈ. സോ ബി എ
സ്റ്റാർ ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ എന്ന് നമുക്ക് കിട്ടും. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്ജോയിൻ്റ് ഓപ്പറേറ്ററിനെ പറ്റിയാണ്. സെയിം കണ്ടുവൽ ഓപ്പറേറ്ററിൻ്റെ സെയിം കൺസെപ്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇഫ് H1 H2 are two Hilbert spaces and A is a bounded linear operator from H1 to H2, then the adjoint operator of A is denoted as A star from H2 to H1 is defined as inner product AXY in H2 is equal to inner product XA star Y in H1. Since A is a mapping from H1 to H2, X H1 എലമെൻ്റ് ആയതുകൊണ്ട് AX എന്ന് പറയുന്നത് H2 എലമെൻ്റ് ആണ്. ആൻഡ് Y ഈസ് ഓൾസോ ഇൻ H2. സോ നമുക്ക് എന്താ ഇൻപുട്ട് AXY എന്ന് പറയുന്നത് H2 അതുപോലെ X H1 A സ്റ്റാർ Y എന്ന് പറയുന്നത് H1 സോ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എ സ്റ്റാർ വൈ എന്ന് പറയുന്നത് H1 ഇന്നർ പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമുക്ക് പറയാം. ദെൻ അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ. അടുത്ത് നമ്മൾ പറയുന്നത് എക്സാമ്പിൾ ഫോർ അഡ്ജോയിൻ്റ് ഓപ്പറേറ്ററാണ്. ലെറ്റ് കെ ഓഫ് ടീറ്റോ ബിലോങ്സ് ടു L2 ഓഫ് I സ്ക്വയർ വേർ I is equal to 0, 1 and define script K is a square integrable function on L2 of I by script K x of t is equal to integral 0, 1 K of t to x of tau d tau. Then adjoint operator of script K is script K star is given by script K star y of t is equal to integral 0, 1 K of conjugate of K of tau t into y of tau d tau. സ്ക്രിപ്റ്റ് കെയുടെ അഡ്ജോയിൻ്റ് ഓപ്പറേറ്ററാണ് ഈ സ്ക്രിപ്റ്റ് കെ സ്റ്റാർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കാണിക്കാനുള്ളത് സ്ക്രിപ്റ്റ് കെ ഇന്നർ പ്രൊഡക്റ്റ് സ്ക്രിപ്റ്റ് കെ എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് കെ സ്റ്റാർ വൈ എന്നുള്ളതാണ്. സോ നമ്മൾ സ്ക്രിപ്റ്റ് കെ എക്സ് വൈയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാണ്. We know that inner product xy is equal to integral 0 to t x of t y of t conjugate dt. So script x ന് പകരം script kx. So inner product script kxy is equal to integral 0 to 1 script kx of t y of t conjugate dt. സ്ക്രിപ്റ്റ് കെ എക്സ് ഓഫ് ടി എന്താണ്? ഇൻ്റഗ്രൽ 0 to 1 കെ ഓഫ് ടി ടോ എക്സ് ഓഫ് ടോ വൈ എക്സ് ഓഫ് ടോ ഡി ടു ആണ്. സോ സ്ക്രിപ്റ്റ് കെ എക്സ് ഓഫ് ടിക്ക് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇൻ്റഗ്രൽ 0 to 1 കെ ടി ടോ എക്സ് ഓഫ് ടോ ഡി ടോ വൈ ഓഫ് ടി കോൺജുഗേറ്റ് ടി ടി. സോ ടി ടേംസിനെ നമ്മൾ ഒരുമിച്ച് എഴുതാം. ദെൻ എക്സ് ഓഫ് ടോ ഔട്ട് സൈഡ് വരും. ദെൻ ഇൻ്റഗ്രൽ 0 to 1 x of tau integral 0 to 1 conjugate of k of t tau y of t whole conjugate t tau. So which is inner product x integral 0 to 1 k of t tau conjugate y of t dt. Integral 0 to 1 k conjugate of k of t tau y of t dt എന്നുള്ളതിനെ ഞാൻ സ്ക്രിപ്റ്റ് കെ സ്റ്റാർ വൈ എന്ന് വിളിക്കുവാണ്. Then inner product script kxy is equal to നമുക്ക് എന്ത് കിട്ടി? ഇന്നർ പ്രൊഡക്റ്റ് എക്സ് സ്ക്രിപ്റ്റ് കെ സ്റ്റാർ വൈ. So the adjoint operator of script k is script k star y is equal to integral 0 to 1 k of t to y of t.